രേണുക, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ വന്നിരിക്കുന്നു. അത് ന്യൂസ് 18 തന്നെ പുറത്തുവിടുന്നു. 2 ലോറികൾ ഇപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ മാൽപ്പെ നടത്തിയ തെരച്ചിൽ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് നമ്മൾക്ക് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. അതാണ് മനാഫ് പറഞ്ഞത്. ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അതായത് 2 ലോറി ഇപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. അതിൽ അങ്ങനെയാണെങ്കിൽ അർജുന്റെ ലോറി കണ്ടെത്തി എന്ന ഒരു സ്ഥിരീകരണം നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാൻ കഴിയും. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസ് 18 ആ വിവരം ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുന്നു. ആദ്യം കണ്ട ലോറിയല്ല, അതിന് സ്ഥലം മാറി തൊട്ടടുത്തായി നമുക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. മാൽപ്പെ ഇപ്പോൾ നിൽക്കുന്ന ആ മാൽപ്പയുമായി മനാഫ്, ലോറി ഉടമ മനാഫ് സംസാരിക്കുകയാണ്. മനാഫാണ് നമ്മോട് ഇപ്പോൾ വ്യക്തമാക്കിയത് ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ടെന്ന്. 2 ലോറി ഇപ്പോൾ ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അർജുന്റെ ലോറിക്ക് അരികിലേക്ക് എത്തിയിരിക്കുന്നു. സ്റ്റിയറിംഗ് കണ്ടു എന്ന ഒരു വാർത്ത കൂടി നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. മാൽപ്പെ നടത്തിയ തെരച്ചിലിൽ ഇപ്പോൾ 2ാം ഘട്ടത്തിൽ നമ്മളത് തത്സമയം പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ആ തെരച്ചിലാണ് മാൽപ്പെ സ്റ്റിയറിംഗ് കണ്ടു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് 2ാമത്തെ ലോറിയുടെ സ്റ്റിയറിംഗ് ആയിരിക്കാം. ഒരുപക്ഷെ ഇപ്പോൾ മാൽപ്പെ നിൽക്കുന്നതിനും കുറച്ചുകൂടി മാറി അപ്പുറത്തായിരുന്നു ആദ്യ ലോറി കണ്ടെത്തിയതെങ്കിൽ അതിന് സമീപത്ത് തന്നെ 2ാമത്തെ ലോറിയും കണ്ടെത്തിയെന്ന ഒരു വാർത്ത കൂടി, വിവരം കൂടി ന്യൂസ് 18 പുറത്തുവിടുന്നു. അത് ഏറ്റവും നിർണായകമാണ്. അങ്ങനെയാണെങ്കിൽ അർജുന്റെ ലോറിക്കരികിലേക്ക് എത്തിയിരിക്കുന്നു. ജിതിനും അത് തന്നെയാണ് നമ്മളോട് ക്യാമറയ്ക്ക് മുന്നിലല്ലെങ്കിലും ജിതിനും ആ സന്തോഷം പങ്കിടുന്നുണ്ടായിരുന്നു. ഇനി അറിയേണ്ടത് ആ തെരച്ചിലിന് ഫലമുണ്ടാകുമോ, ആ ലോറിക്കകത്ത് തന്നെ അർജുൻ ഉണ്ടാകുമോ എന്നതാണ്. അതല്ല മൽപ്പ അതിന് ഉത്തരം കണ്ടെത്തിയോ എന്നതാണ്. ഏതായാലും മാൽപ്പെ വീണ്ടും ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും മനാഫ് നമുക്ക് ഒപ്പം ചേരാൻ മനാഫ് താഴെ നിന്നും മാൽപ്പയുമായി സംസാരിച്ച് കരികിലേക്ക് ഏതായാലും എത്തും, അല്പസമയത്തിനകം എത്തും. മനാഫ് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വളരെ സുപ്രധാനമായ വിവരങ്ങൾ ഇവിടെ നിന്നും പുറത്തു വരുന്നു. 2 ലോറി ഗംഗാവലി പുഴയിൽ മാൽപ്പെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നു. ഒരു പക്ഷേ ജില്ലാ ഭരണകൂടം പോലും തടഞ്ഞ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഈ തെരച്ചിലിന് മാൽപ്പയെ. എന്നിട്ടും കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് താൻ ഇത്തരത്തിൽ എത്തുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കും. മനാഫ് നമുക്ക് അരികിലേക്ക് എന്തായാലും വരുന്നുണ്ട്. ഏതായാലും മനാഫിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അദ്ദേഹം കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം നൽകും. മനാഫ്, 2 വാഹനമാണോ കണ്ടെത്തി? 2ാമത്തെ വാഹനത്തിന് സ്റ്റിയറിംഗും ക്ലച്ചും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യ വാഹനം ഈ 2 അർജുന്റെ വാഹനമാണെന്ന് നമുക്ക് എന്തെങ്കിലും സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ മനാഫ്? ഏതായാലും 2 വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കാം. അതാണ് ലളിത, 2 വാഹനങ്ങൾ കണ്ടെത്തിയെന്ന സ്ഥിരീകരണം. പക്ഷേ ഒരു വാഹനം 2ാമത് കണ്ടെത്തിയത് ലോറിയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇല്ല എന്നാണ് മനാഫ് നമ്മളുമായി പങ്കുവച്ചത്. വളരെ കൃത്യമായ വിവരമാണ്. അത് മാൽപ്പയുമായി അദ്ദേഹം പങ്കുവച്ച വിവരങ്ങളാണ്. അദ്ദേഹം കൃത്യമായ വിവരങ്ങൾ നമുക്ക് കൈമാറിയിരിക്കുന്നു. എന്തായാലും വളരെ നിർണായകമായ ഒരു മണിക്കൂറുകൾ തന്നെയാണ്. കഴിഞ്ഞ 2 മാസം എങ്ങനെയായിരുന്നു നമ്മൾ ആകാംക്ഷയോടെ അത്രത്തോളം കാത്തിരുന്ന അതിലും അപ്പുറം ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും മാൽപ്പെ ഇപ്പോൾ തിരച്ചിൽ താൽക്കാലികമായി നിർത്തി കരയിലേക്ക് കയറി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം ഇപ്പോൾ കാണിക്കുന്നത്. ഏതായാലും മാൽപ്പെ തന്നെ ഒരു പക്ഷേ